പിന്നെ വാക്സിനേഷന് സാധാരണ നമ്മളോട് കൺസൾട്ടൻസി പറഞ്ഞ 6 വാക്സിനേഷൻ്റെ ആദ്യം ചെയ്യാം, ഡോക്ടർ വരും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ 1.5 ലക്ഷം രൂപ കൺസൾട്ടിങ് ഫീ മേടിച്ച എൻ്റെ ഫാമിൽ 2 വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൾട്ടൻറ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ ET എന്ന് പറഞ്ഞ് PPR എന്ന് പറഞ്ഞ 2 വാക്സിനേഷൻ മാത്രമാണ് എനിക്ക് ചെയ്ത് കിട്ടിയത്. ഇതിനിടയ്ക്ക് FMD എന്ന അസുഖം വരില്ല എന്ന് പറഞ്ഞു ആടിന്. പക്ഷെ എൻ്റെ ഫാമിൽ ആകെ വന്ന അസുഖം FMD ആണ്. FMD വന്ന് കുറച്ച് ആടുകളൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പൊ വാക്സിനേഷനുകൾ പിന്നെ വേറെ പരിമിതി ഉണ്ട്. ഒന്ന്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് 8 കിലോ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ സാധ്യമല്ല. പിന്നെ പ്രഗ്നന്റ് ആയ ആടുകൾക്ക് വാക്സിനേഷൻ സാധ്യമല്ല. ഒരു ഫാം എന്ന് പറയുമ്പോൾ 70-80% ഈ കാറ്റഗറിപ്പെട്ട ആടുകളായിരിക്കും. അപ്പൊ വാക്സിനേഷൻ എന്ന് പറയുന്നത് അതിന് കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതില് നാച്ചുറലായിട്ട് കൊടുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ അതെല്ലാ ആടിനും കൊടുക്കാം. നമ്മുടെ മഞ്ഞള്, പച്ചമഞ്ഞളും ആയുർവേദത്തിന്റെ ഇലയും കൂടി കുത്തിപ്പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രതിരോധം ഉണ്ടാവുന്നുണ്ട്. എല്ലാവിധ വാക്സിനേഷനും ആയിട്ട് ഇത് ഉപയോഗിക്കാം. നല്ലൊരു മരുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് പറയണത്, ഈ വാക്സിനേഷൻ നമ്മുടെ 70% ആളുകൾക്കും കൊടുക്കാൻ പ്രായോഗികമല്ല. ഇങ്ങനെ ഈ 2 കാരണം കൊണ്ട്. പിന്നെ ഞാനൊരു പ്രാവശ്യം ഹോമിയോപ്പതി കൊടുത്തിരുന്നു. ഹോമിയോപ്പതി എത്രത്തോളം ഈ FMD സ്റ്റാർട്ടായതിനു ശേഷമാണ് ഞാൻ ഹോമിയോപ്പതിയെ പറ്റി അറിഞ്ഞത്. ഞാൻ കൊടുത്തിരുന്നു. അതിന്റെ എത്ര കാര്യം എനിക്ക് അതിന് കൃത്യമായ റിസൾട്ട് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ സംഭവം നല്ല സംഭവമാണ്. ഈ പച്ചമഞ്ഞളും നല്ലൊരു ആന്റിബയോട്ടിക്കാണ്. എല്ലാ മാസവും വെറുവയറ്റിൽ ഈ രാജസ്ഥാനിലൊക്കെ ചെയ്യുന്ന അതാണ്. അവര് പച്ചമഞ്ഞളും ആയുർവേദത്തിന്റെ എല്ലാം കൂടി കുത്തിപ്പിഴിഞ്ഞ് ഒരു 10 ml വെച്ച് വെറുവയറ്റിൽ കൊടുക്കുകയാണെങ്കിൽ വാക്സിനേഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ടൊരു സംഭവമാണ്. മറ്റുള്ള വാക്സിനേഷനുകൾ ഇപ്പോൾ ജെയിംസ് സാറ് പറഞ്ഞവര് ഇവിടെ നാട്ടിൽ കിട്ടാൻ വളരെ പാടാണ്. ഇവിടെ ഇല്ല, അതിന് കുറെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം? വാക്സിനേഷൻ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ, സാധാരണ വരുന്ന അസുഖങ്ങൾ, അതിന് നാച്ചുറലായിട്ട് ചെയ്യുന്ന കുറച്ച് മരുന്നുകൾ എനിക്കറിയാം. അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം. സാധാരണ ആടിന് സാധാരണ വരാറുള്ള ചുമ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് സാധാരണ ചുമകളൊക്കെ ചെറുനാരങ്ങയും തേനും കൂട്ടി സമം ഒരു ചെറുനാരങ്ങ നീരും അത്രയും തന്നെ സമം തേനും ചാലിച്ച് കൊടുത്താൽ ചുമ മാറി കിട്ടും. സാധാരണ ചുമകളൊക്കെ അതിൽ മാറാറുണ്ട്. ഈ ചുമ വരുന്നതിന് മെയിൻ നമ്മുടെ നാട്ടിൽ കാരണം ഈ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നതിന് മെയിൻ കാരണം മരക്കൂടാണെന്ന് എനിക്ക് ബോധ്യമായി. മരക്കൂടിൻ്റെ ഉള്ളിൽ ആടുകൾക്കുള്ളിൽ ഫംഗസുകൾ നിൽക്കണം. അത് ബ്രീത്തിങ് കൂടെ ഉള്ളി വരുന്നു. ഉള്ളി ചെല്ലുമ്പോൾ ന്യൂമോണിയ ആ അസുഖങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ഈ ചുമയ്ക്കുള്ള മെയിൻ കാരണം, മെയിൻ റീസൺ അതാണ്. അപ്പൊ അതുകൊണ്ട് ആടിന് മരക്കൂട് ഫാം ചെയ്യുമ്പോൾ ഒഴിവായാലേ ചുമ മാറാൻ സാധ്യതയുള്ളൂ. ചുമയ്ക്ക് എതിരായിട്ട് ഇത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. പിന്നെ ഇളക്കം സാധാരണ ഇതിൽ വരാറുള്ളത്. അപ്പൊ അതിന് കൊടുക്കുന്ന ഞാൻ വരുന്ന തേനും ജാതിക്ക ചുട്ടരച്ചു, തേനും ചുട്ടരച്ച് തേനിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കാൻ എളുപ്പമാണ്. അത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ മരുന്ന് കൊടുക്കാൻ എളുപ്പം. അതിനെ കാണിച്ചു കഴിഞ്ഞാൽ നക്കി കഴിച്ചോളും. അല്ലെങ്കിൽ ജാതിക്ക് കിട്ടാനില്ലെങ്കിൽ അരിമോദകം വറുത്ത് ചൂടാക്കിയിട്ട് പൊടിച്ച് തേനിൽ ചതച്ച് കൊടുക്കുക. പിന്നെ വയറ് വീർക്കലിൽ സാധാരണ ഇഞ്ചിൻ സോഡയും കൂടിയിട്ട് ഉണ്ടപെട്ടി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല സാധാരണ ഇഞ്ചി, അത് മലയിഞ്ചി വലിയ ദഹനക്കേട് വരുന്നതുകൊണ്ടാണ്. നമുക്ക് കൂടുതൽ തീറ്റ കൊടുക്കാതിരിക്കുന്നതിന്റെ പ്രോബ്ലംസ് എനിക്ക് എൻ്റെ ഫാമിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഓവർ ഫീഡ് ചെയ്യാറില്ല. ഞാൻ കൊടുക്കുന്നത് 8% ബോഡി വെയിറ്റിന്റെ 8% ഫീഡ് ഒരു ദിവസം കൊടുക്കാറുള്ളൂ. 5% പച്ചയില്, 2% ഉണങ്ങിയല അങ്ങനെ കിട്ടാൻ പ്രായോഗികമല്ല. എങ്കിലും ഒന്ന് CO3 CO5 പുല്ല് ഒന്ന് മൂപ്പിച്ചിട്ട് വെട്ടും. അപ്പൊ അടിയിലെ ഇലകളൊക്കെ ഉണങ്ങിയിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയല കിട്ടും. പിന്നെ 1% കോൺസെൻട്രേറ്റ് ഫീഡ് കൊടുക്കാറ്. കൈത്തീറ്റകൾ 1% കൊടുക്കാറ്.
ആ 1% തീറ്റ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് ബാർലി ആടിന് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ബാർലി. അത് ഇതുവരെ നമ്മുടെ നാട്ടിൽ കിട്ടാണ്ടായിരുന്നില്ല, ഇപ്പൊ നാട്ടിൽ വന്നു തുടങ്ങി. ഞാൻ അത് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ബോംബെയിലാണ്. ഇപ്പൊ കിട്ടുന്ന സ്ഥലം പറഞ്ഞു തരാം. നമ്മുടെ കാലടിയില് ജോജോ എന്ന് പേര് ഒക്കല്ലാണ് ആളുടെ ഫാം. ആള് വലിയൊരു പശുഫാം നടത്തുന്ന ആളാണ്. അപ്പൊ ആളുടെ അവിടെ കിട്ടുന്നുണ്ട് ബാർലി. ഞാൻ തീറ്റ എടുക്കുന്ന അവിടെ നിന്നാണ്. ഞാൻ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആരോട് പറയുന്നതല്ല, എനിക്ക് കിട്ടുന്ന ബാർലി കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ. ഇപ്പൊ ഈ നമ്മുടെ കൈത്തീറ്റകള് റെഡിമെയ്ഡ് ഫീഡ്സ് ഒന്നും കൊടുക്കാതിരിക്കുക. റെഡിമെയ്ഡ് ഫീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടുവീക്കം മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ കുറെ കാണുന്നുണ്ട്. ഞാൻ റെഡിമെയ്ഡ് ഫീഡുകൾ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഞാൻ കൊടുക്കുന്ന തീറ്റ ബാർലി മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും എന്റെ നമ്പറാ, ആ ജോജോന്റെ നമ്പർ ഞാൻ തന്നേക്കാം. ജോജോന്റെ നമ്പർ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഞാൻ പറയാം. സോഡപ്പൊടി ആ സോഡപ്പൊടി പിന്നെ വയറ് വീർക്കലിന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ തീറ്റ എടുക്കാതാണ് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നല്ലവണ്ണം തീറ്റ എടുക്കുന്ന ആടിന്റെ 1 മണിക്കൂർ കഴിഞ്ഞ് തീറ്റ എടുത്ത് നല്ല അയ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം 1 മണിക്കൂർ തീറ്റ കഴിഞ്ഞ് അവർ കിടക്കുന്ന അയ വെട്ടുന്ന സമയത്ത് ഓടിപ്പോയി ചാടി കയറി വായിൽ പൊത്തി പിടിക്കുന്നത്. അടുത്ത ആളെ വായ പിടിച്ച് പൊളിച്ചിട്ട് അടുത്ത ആൾ കൈ ഇട്ടിട്ട് ഈ അയ വെട്ടിയ സാധനം വരുന്ന സാധനം ഈ തീറ്റ എടുക്കാത്ത ആടിന്റെ വായിൽ തീറ്റ വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കിട്ടുമവര് അത് തീറ്റ എടുത്ത് കൊടുക്കും. നമുക്ക് പൈസ ചെലവില്ലാത്തൊരു കുറെ കാര്യങ്ങളാണ്. അതേപോലെ കൈയൊടിയില് കാലൊടിയില് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതിന് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പായ നെയ്യുന്ന കച്ചിപ്പായ നെയ്യുന്ന കൈതയുടെ തണ്ട് ഇവിടെയാണ് ഒടിഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ സൈസാക്കി വെട്ടും. സൈസാക്കി വെട്ടിട്ട് താഴെ ഇഞ്ച പോലെ ചതയ്ക്കാം. ചുറ്റി കഴിഞ്ഞ് വെട്ടി 7 ദിവസത്തിനുള്ളിൽ എത്ര ഒടിഞ്ഞ കാര്യം ഞാൻ ഒരുപാട് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ മുറിവില് പെട്രോളിയത്തിന്റെ ഏത് പ്രോഡക്റ്റ്, അതിന് ശാസ്ത്രീയമായ വശങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. പെട്രോളിയത്തിന്റെ ഏത് എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പുറക്കാൻ എളുപ്പമാണ്. കൊമ്പുടിയൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ശാസ്ത്രീയമായ വശങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതില് വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ആടിന്റെ മാർക്കറ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ 450 രൂപയാണ് ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ 450 രൂപയാണ് ഇവിടുത്തെ ഇറച്ചി വില. ഇപ്പൊ ഒരു ആടിനെ പല ആടുകൾ വെയിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഏകദേശം ഒരു 45-50% ആണ്. പെണ്ണാടുകളാണ് 45% ഇറച്ചി വരിക. അപ്പൊ ഒരു 150 രൂപ കൂടുതൽ ഇറച്ചി വെട്ടുകാർ ആരും വന്ന് വാങ്ങിയിട്ട് പോകില്ല. അതിൽ കൂടുതൽ കൊണ്ടുപോയി അവർക്ക് വാങ്ങാവില്ല. 450 രൂപയ്ക്ക് ഇറച്ചി വിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 150 രൂപക്കുള്ളിൽ കൊടുത്ത 150 രൂപക്കുള്ളിൽ കൊണ്ടുപോയി അവർക്ക് മുതലാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇറച്ചി വെട്ടുകാർക്ക് കൊടുത്തിട്ട് ഒരിക്കലും പ്രായോഗികമാവില്ല. നമ്മൾ സ്വന്തം സ്ലോട്ടർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കാര്യം ചെയ്യാവൂ. പിന്നെ സബ്സിഡികളുടെ കാര്യം. സബ്സിഡി ഒന്ന് ഫുല്ലിനുള്ള സബ്സിഡി ക്ഷീരവികസനവകുപ്പാണ് കൊടുക്കുന്നത്. അത് 50 രൂപ സെന്റിന് ഒരു സെന്റിന് നമ്മൾ ഭൂമിക്ക് പുൽകൃഷിക്ക് വേണ്ടി 50 രൂപ സെന്റിന് ക്ഷീരവികസന വകുപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് വഴി നമ്മുടെ മിഷൻ മോട്ടോറിന് വേണ്ടിയിട്ട് ജലസേന പമ്പിന് വേണ്ടിയിട്ട് അതിന് 50% സബ്സിഡി കിട്ടുന്നുണ്ട്. അത് ബ്ലോക്ക് വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ നബാർഡിന്റെ ഒരു സ്കീമുണ്ട് ആടിന്. ഒരു വ്യക്തിക്ക് 1.25 ലക്ഷം രൂപയാണ് സബ്സിഡി കിട്ടുക. പക്ഷെ എനിക്കിതൊന്നും ഈ സബ്സിഡികളോ ലോണുകളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ലോബികളുണ്ട്, അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാറാണ് പതിവ്. അപ്പൊ പുല്ലിന്റെ കാര്യം തന്നെ ആദ്യം പറയാം. പുല്ലിന്റെ കാര്യം തന്നെ ഇവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അതിപ്പോ സമയം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ വർഷത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു, അവർക്ക് കൊടുത്തുപോയി.
അപ്പൊ ഈ പ്രാവശ്യത്തെ ഞാൻ ആ സമയം അവിടെ അപേക്ഷ എടുക്കാന്ന് പറഞ്ഞു. ബ്ലോക്കിൽ ചെന്നപ്പോ ഇതന്നെ പരിപാടി. അത് കഴിഞ്ഞ് മറ്റേ ഞാൻ നബാർഡിന്റെ സ്കീമിൽ പെടുത്തിയാണ് ലോൺ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ എന്റെ ലോൺ ഞാൻ പറഞ്ഞ 2 വർഷമാണോ ഞാൻ ലോൺ എടുത്തിട്ട്. അപ്പൊ ഞാൻ ആദ്യം ലോൺ എടുത്തതിന് ഉടനെ തന്നെ ഞാൻ ഇവരോട് പോയി ലോണിന്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു ഇപ്പൊ സ്കീമിന്റെ ടൈമല്ല, ടൈമല്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോയി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 1.5 വർഷമായി കഴിയുമ്പോൾ പിന്നെ സമീപിച്ചപ്പോ 1 വർഷത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തെങ്കിൽ, ലോൺ എടുത്ത് 1 വർഷത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഇത് സബ്സിഡി തരാൻ കഴിയും. ഇതൊക്കെ നമ്മളെ പോലെ സത്യസന്ധന്മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ലോബികൾ അടിച്ചുകൊണ്ട് പോവാ, നമുക്കൊന്നും കിട്ടാനായിട്ട് വരില്ല. പിന്നെ ഇതില് വളരെ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ എമൗണ്ട്, ലിമിറ്റില്ലാത്ത എമൗണ്ട് കിട്ടുന്ന ഒരു സബ്സിഡിയാണ്. അതിൽ നമ്മളെ പോലെ ഇതൊന്നും സാധാരണക്കാർക്ക് കിട്ടാറില്ല. സ്ലോട്ടറിംഗ് യൂണിറ്റ് ഗ്രാമം ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോലെ. ഞാൻ സ്ലോട്ടറിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. സമയം പിന്നെ ഈ ഇതൊരു വളം, ഞാൻ ചെയ്യുന്ന കാര്യം വളം. ഒരാടിന്റെ ഞങ്ങളിവിടെ കൊടുക്കുന്ന ചാക്കിന് ആടിന്റെ കാശ് 250 രൂപ വിലക്കാണ് ചാക്കിന് കൊടുക്കുന്നത്. അത് നല്ലൊരു വരുമാന മാർഗമാണ്. അപ്പൊ ഈ ഒരു ചാക്ക് വളം ഉണ്ടാക്കുന്നതിന്, ആട്ടുകഷ്ണം കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത് ഞാൻ കമ്പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. കമ്പോസ്റ്റ് കൊടുക്കണ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇതില് മുട്ടയുടെ ഒരു ഹാച്ചറി ഉണ്ട്. മുട്ടയുടെ തോട്, ഉമ്മിയുടെ ചാരും യൂറിനും കൂടി മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് നല്ല ഓർഡർ ഉണ്ട്, കൊടുക്കാൻ കഴിയാത്ത ഒരു ഓർഡർ ഉണ്ട്. നല്ലൊരു വരുമാനമുള്ളൊരു മേഖലയാണ് വളം. അപ്പൊ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാഷ്ടം കൊടുക്കുന്നതിനേക്കാൾ 1 ഇരട്ടി കൂടി വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. കമ്പോസ്റ്റിന് 250 രൂപ വിലക്കാണ് കൊടുക്കണേ. പിന്നെ ഇതൊക്കെയാണ്. യൂറിന്റെ കാര്യം പറഞ്ഞല്ലോ, വില്ലാദ്രി എന്ന ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ യൂറിൻ വൈദ്യശാലകളിൽ കൊണ്ടുപോകാൻ. അത് വളരെ തുച്ഛമായിട്ട് ഉപയോഗം വരുന്നുള്ളൂ. അപ്പൊ വൈദ്യശാലക്കാർ വരുമ്പോൾ നിലം തൊടാതെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പൈസ കിട്ടും. 50 രൂപയൊക്കെ ലിറ്ററിന് വാങ്ങാം. പിന്നെ പോളിയോസിന് ഉപയോഗിക്കാറുണ്ട്. പോളിയോസിന് ഉപയോഗിക്കുന്നവർക്ക് നല്ല ഒരു വളമാണ്. അത് 20 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ 20 ഇരട്ടി വെള്ളം ചേർക്കണം. പോളിയോസിൽ എൻ്റെ അടുത്ത് കുറച്ച് കൊണ്ടുപോകാറുണ്ട്. അതിനും നല്ലൊരു വളമാണ് യൂറിൻ. യൂറിൻ കളക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ്. അപ്പൊ ഞാനിപ്പോ എന്തായാലും ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ശ്രീബുദ്ധൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ശ്രീബുദ്ധൻ പറഞ്ഞിരുന്നു, ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ശ്രീബുദ്ധൻ പറഞ്ഞ, അമിതമായി സന്തോഷിക്കാനും പാടില്ല, സന്തോഷമില്ലാതിരിക്കാനും പാടില്ല, അമിതമായി ദുഃഖിക്കാനും പാടില്ല, അമിതമായി സങ്കടപ്പെടാനും പാടില്ല. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഈ ആട് വളർത്തല് സ്വന്തമായി ചെയ്താൽ, ലേബർ ആശ്രയിക്കാതെ സ്വന്തമായി സ്ലോട്ടർ ചെയ്താൽ ഒരു മിതമായ ലാഭം ഇതിലുണ്ട്. അത് സ്വന്തമായി ചെയ്യുക. എത്ര 10 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുക ആണെങ്കിൽ ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അതിനുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ കുറെ പഠിക്കുക. അല്ല, കൺസൾട്ടൻസി എന്നൊരു സംഭവത്തെ സമീപിക്കരുത്. അവർ നശിപ്പിക്കുകയുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ആരെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും തന്നെ ചോദിക്കാൻ, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം. ആര് ചോദിച്ചിരുന്നു? ഒരു 50 കിലോക്ക് 1 ml ആണ് ഡോസേജ്. അത് ഏറ്റവും നല്ല മരുന്ന് ഫൈസർ കമ്പനിയുടെ, ഫൈസർ. ഐ വി കൊടുക്കാനായിട്ട് ശരിക്കും ഇവിടെ പിടിക്കുക, തോല് പിടിക്കുക, ഇഞ്ചക്ട് ചെയ്യുക. ഇറച്ചിക്കും തോലിനിടയിലായിട്ട് 50 കിലോ ബോഡി വെയിറ്റിന് പോത്തിനും പശുവിനും എല്ലാത്തിനും കൊടുക്കാൻ നല്ലതാണ്. അപ്പൊ 3 മാസത്തിൽ ഒരിക്കലാണ് 90 ദിവസത്തേക്കാണ് അതിന്റെ ഡോസേജ്. അത് കൊടുക്കുന്നത് വളരെ സഹായകരമായിരിക്കും വളർച്ചയ്ക്ക്, ഉൽപാദനത്തിന് വളരെ വേഗം കൂട്ടും. അതിന് ഡുറാമിറ്റിൻ എന്നാണ് ആ മരുന്നിന് അവരിറക്കുന്ന കമ്പനിയുടെ പേര്, ഡുറാമിറ്റിൻ.
പ്രൈസർ കമ്പനിയുടെ ഈ കർണാടക ആന്റിബയോട്ടിക് ഒക്കെ ഇറക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഗുണകരമായിട്ട് തോന്നി വരുന്ന ഡൊറാമെറ്റിനാണ്. ഇനി വല്ലതും ചോദിക്കാൻ ആർക്കാണ്? അതിൽ മരം കൊണ്ട് കൂടുണ്ടാകുന്ന 1, 2, 5 ആടുകളുടെ കാര്യമല്ല, ഞാൻ ഫാമിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഫാം എന്ന് പറയുന്നത് 100 ആട് വരെ ഒരു വ്യക്തിക്ക് നോക്കാം. ആ 100 ആട് 10 ആടിൽ കൂടായി ഫാമായി എന്റെ ഐഡിയ. 10 ആടിൽ കൂടുതലായി മരക്കൂട് പാടില്ല. കൂടിന് 6 അടി കൂടുതൽ വീതി പാടില്ല. സ്റ്റാൻഡിംഗ് പ്ലേസ് 4 അടി കൂടുതൽ പാടില്ല. കൂടിനൊരു ഡിസൈനുണ്ട്. അത് ഓപ്പണാണ്, കെട്ടലില്ലല്ലോ കൂടിനകത്ത്. അവർ നടക്കുക, അതിന് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടിന്റെ ഇത് 32,000 35,000 വാങ്ങുന്ന കൂടിന്റെ 15,000 ഉണ്ടാക്കാവുന്ന കൂടുള്ളൂ. ആർക്കെങ്കിലും കൂടിന്റെ ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം. ആർക്കെങ്കിലും കൂടിന്റെ ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം. സജിയേട്ടൻ പറഞ്ഞ ടിപ്സില് മൃഗപരിപാലനത്തിലെ നാട്ടറിവുകൾ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ PV മോഹന്റെ ഒരു പുസ്തകമുണ്ട്. മൃഗപരിപാലനത്തിലെ നാട്ടറിവുകൾ HNC-ലുണ്ട്. 90 രൂപയാണ് പുസ്തകത്തിന്റെ വില. അതിൽ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ളത് നബാർഡിന്റെ തൃശ്ശൂർ ജില്ലയിലത്തെ മാനേജർ ദീപ എന്ന് പറഞ്ഞൊരു മാഡാണ്. കഴിഞ്ഞ ജൂലൈ 31-ാം തീയതി വരെ 5 ആടോ 10 ഫീമെയിൽ ഒരു മെയില് ഒരു നബാർഡിന്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞവര് വിരലിലുണ്ടാവുന്ന ആൾക്കാർ അത് അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഒരുപാട് പേര് അപേക്ഷ ക്ലോസ് ചെയ്തു. 620 അപേക്ഷ കൊണ്ട് നിലവിൽ മേടിച്ചിട്ടുണ്ട് അവര്. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള മൃഗ ഡോക്ടറെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് നബാർഡിന്റെയോ മൃഗസംരക്ഷണ വകുപ്പിന്റെയോ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ പ്രോജക്റ്റുകള് ഇങ്ങനെ വരും. ആള് പറഞ്ഞത് ശരിയാണ്. ഇത് സാധാരണക്കാർക്ക് ഇവിടെ വന്നേക്കണവർക്ക് ആരൊക്കെങ്കിലും സബ്സിഡി ഇതുപോലെ കിട്ടിയതായിട്ട് അറിയോ? കിട്ടലില്ല. അല്ല 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 അതൊക്കെ ഞാൻ പറയുന്ന അല്ല, ഇതാ അവരടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. ഈ പറയുന്ന കൺസൾട്ടൻസീസ് അവർ ഒരു സംഭവം നടത്താറില്ല, അവർ മേടിച്ചെടുക്കാറുണ്ട്. അവര് അതൊക്കെ കിട്ടാൻ ഇതില് സാധ്യതകൾ വളരെ സാധ്യതയുള്ള ഒരു യൂണിറ്റ് സംഭവമാണ് സ്ലോട്ടർ യൂണിറ്റ്. ഫുഡ് പ്രോസസിങ് അതാണ് ബന്ധപ്പെട്ട് അതിന് ലിമിറ്റില്ലാത്ത പൈസ മേടിക്കാം. ആ 10 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ 5 കോടി രൂപ നമുക്ക് ലോൺ മേടിക്കാം, ഗ്രാന്റ് കിട്ടും. 50% ഗ്രാന്റ് കിട്ടുന്ന സംഭവമാണ് സംസ്കരണം, ഭക്ഷ്യ സംസ്കരണം. അതിൽ വരുന്നതാണ് സ്ലോട്ടറിങ്. അല്ല, വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇന്ന് വരെ 100 ആടിനെ വളർത്തി നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ആട് ഗവേഷണ കേന്ദ്രം വളർത്തിയിട്ടില്ല. ഇപ്പൊ എന്റെ ഫാമിൽ തന്നെ വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണക്കുകൾ ഇപ്പൊ എന്റെ ഫാമിൽ 500-1000 ആടൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ കണക്കുകൾ പറയുന്ന ആളുകളുടെ ഫാമില് ചെന്ന് കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാൻ പറ്റും. നിങ്ങളിപ്പോ ചെല്ലുമ്പോ ആട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുമായിരിക്കും, എണ്ണ അറിയാൻ പറ്റൂല. അപ്പൊ 100 ആടുണ്ടെങ്കിൽ ഇപ്പൊ 500 ആടെന്ന് പറയും. ഈ ആട് ഈ മേഖല സമ്പന്നരായിരിക്കുന്നത് ബിസിനസ്സാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരുപാട് രക്ഷപ്പെട്ടിരിക്കുന്നവരുണ്ട്. കൃഷി പരിപാലിച്ച് അതിനെ വളർത്തി ഒരു വെട്ടുകാരന് കൊടുത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. സ്വന്തമായി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രം എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. ഇത് അത് സാധാരണ കർഷകരുടെ കേസ്. ഇതിന് മുകളിൽ കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റില്ല. അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് നമുക്ക് കിട്ടാൻ അതൊന്നല്ല നമ്മുടെ സബ്ജക്ട്. നമുക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതകൾ ഇന്നുള്ള മാർഗങ്ങൾ അതിനെ പറ്റി ഞാൻ പറഞ്ഞു. അതൊക്കെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആര് അല്ല, ഞാൻ CO5 പുല്ലാണ് കൊടുക്കണേ.
CO5 പുല്ല് മാത്രമേ കൊടുക്കുക. മറ്റേ പ്ലാവിന്റെ ഇല ഒന്നൊക്കെ ലേബർ മുതലാകില്ല. 1 കിലോ പ്ലാവിന്റെ ഇല ശേഖരിക്കുന്ന സമയം കൊണ്ട് 50 കിലോ CO5 പുല്ല് വെട്ടാൻ പറ്റും. അപ്പൊ ഫാമൊക്കെ ആകുമ്പോൾ ബിസിനസ് ആകുമ്പോ ഒരിക്കലും പ്ലാവിന്റെ ഇല ഒന്നും പ്രായോഗികമല്ല, നമുക്ക് മുതലാകില്ല. കൈത്തീറ്റ ഞാൻ പറഞ്ഞല്ലോ, ചോളം പൊടിച്ചത്, ബാർലി, സോയ തവിട്, റോസ് തവിട്, കടലയുടെ തോട്, തേങ്ങാ പിണ്ണാക്ക്, ഇത്ര ഐറ്റം കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഏകദേശം ഒരു ആട് ഒന്നിന് 350 ഗ്രാം വരാം. വലിയ ആടിന് 350 ഗ്രാം വരാവുന്ന രീതിയിലാണ് ഫീഡ് കൊടുക്കുക. ആ വലിയ മുട്ടന്മാരൊക്കെ 1/2 കിലോ മുകളിലൊക്കെ പോകും. ഞാൻ കൊടുക്കുന്നത് അങ്ങനെയാണ് ഫീഡ് കൊടുക്കുക. എന്താ പൈസ? ആവറേജ് കണക്ക് കൂട്ടുമ്പോ 20 രൂപ 1 കിലോയ്ക്ക്. 20 രൂപ കിലോയ്ക്ക് ചെലവ് വരും. ഈ ബാർലി കൊടുക്കുന്നത് ഒരു കാരണവശാലും 100 ഗ്രാമിൽ കൂടുതൽ ബാർലി കൊടുത്തു കഴിഞ്ഞാൽ ആട് ചത്തുപോകും. പശുവിന് കൊടുക്കാൻ വളരെ നല്ലതാണ്. ബാർലി കൊടുക്കേണ്ടത് നനയ്ക്കാതെ അങ്ങനെ മുഴുവനോട് നെല്ലായിട്ട് കിട്ടുക. അത് നെല്ലായിട്ടായിട്ട് കൊടുക്കേണ്ടത്. അത് ബാർലി കൊടുക്കുന്നത് വളരെ റിസൾട്ടുള്ള സംഭവമാണ്. പിന്നെ മിനറൽസ് കൊടുക്കാം. റെയർ മിനറൽസ് കൊടുക്കാറുണ്ട്. ഏറ്റവും എനിക്ക് ഗുണകരമായി തോന്നിയിരിക്കുന്ന കമ്പനി കെമിന്റെ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള കമ്പനിയാണ് കർണാടക ആന്റിബയോട്ടിക്. പിന്നെ കെമിൻ കമ്പനിയുടെ തന്നെ ആന്റിടോക്സിൻ വരാറുണ്ട്, വിഷാംശങ്ങൾ വലിച്ചു കളയുന്ന. അത് 1 കിലോ തീറ്റയില് 2 ഗ്രാമാണ് ആഡ് ചെയ്യേണ്ടത്. അത് കെമിന്റെ ആണ് ഞാൻ ഉപയോഗിക്കാറ്. വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടില് വിഷാംശം വലിച്ചു കളയുന്ന സംഭവമാണ് ആന്റിടോക്സിൻ. 1 കിലോ തീറ്റയിൽ 2 ഗ്രാം ആഡ് ചെയ്താൽ മതി, ചെറിയ ഒരളവില്. അത് കൊടുക്കുന്നത് സേഫായിരിക്കും. എന്റെ സമയം, എനിക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുന്ന. എന്തെങ്കിലും സംശയങ്ങൾ വല്ലത് ചോദിക്കാനില്ല? കൂടിന്റെ ഡിസൈൻ എന്നെ സംബന്ധിച്ചാൽ തരാം. അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് തരാം. എന്റെ 9447604654 9447604654. എന്താ 10 ആടിന്റെ കൂടിന്, 10 ആടെന്ന് പറഞ്ഞ ഞാൻ പറയുന്ന കൂടിന് 40 അടിയാണ് സ്റ്റാൻഡിങ് പ്ലേസിന്റെ. തൊട്ടി അടക്കം 60 സ്ക്വയർ ഫീറ്റ് ആണ്. 10x4 വീതി, 10 അടി നീക്കം, 4 അടി വീതി. അതിൽ വലിയ 7 ആട് കിടക്കും. ചെറുതും വലുതുമായിട്ട് കുട്ടികൾ അടക്കമാണെങ്കിൽ 10 ആട് കിടക്കും. കുട്ടികൾ അടക്കമാണെങ്കിൽ 10 ആട് കിടക്കും. അതിന് ഒരു കൂട് ഉണ്ടാക്കാനായിട്ട് ഒരു കൂടിന് മാത്രമായിട്ട് ഒരു 15,000 രൂപ ചെലവ് വരും. റൂഫ് അടക്കല്ല, റൂഫ് ഇല്ലാതെ. ആട് നിൽക്കുന്ന സ്പേസ് റൂഫില്ലാതെ 15,000 രൂപ ചെലവ് വരും. പലർക്ക് സുഖമായിട്ട് കൂടുണ്ടാക്കാം. പൈപ്പ് അതിന്റെ കൃത്യമായ മെഷർമെന്റ്സ് ഒക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരൻ ആരെങ്കിലും എന്ന് വെച്ചാൽ എന്നെ സമീപിച്ചാലും തന്നേക്കാം. ജോജോന്റെ നമ്പർ പുറത്ത് വന്നിട്ട് എല്ലാവർക്കും എന്നെ തന്നേക്കാം. സമയം മതി. അതെ, എനിക്ക് എന്റെ സമയം കഴിഞ്ഞു എന്ന് പറയണം. എങ്കിലും ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറയാം. ഓക്കെ, ഹലോ 9447777174 9447777174. 2 പ്രാവശ്യം 77 ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ ഫീഡ് എടുക്കുന്നത്. ബാർലി കിട്ടുന്നത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടത് ബോംബെയിലായിരുന്നു. അന്ന് 30 രൂപ ചെലവ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബാർലി കിട്ടുന്നത് 21 രൂപ വിലക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബാർലി ആടിന് വളരെ നല്ലതാണ്. ആടിന് കൊടുക്കേണ്ട അമൃതമാണെന്ന് എനിക്ക് ബോധ്യമായി. ഇരട്ടി ഉൽപാദനമാവുന്നുണ്ട്.
100 ഗ്രാമിൽ കൂടുതൽ ആടിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചത്തുപോവാണ്. 70 ഗ്രാം ആണ് ഒരു ആട് ഒന്നിന് കൊടുക്കുന്നത്. അല്ലല്ല, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഒരു കൊടുക്കുക. വലിയ ആടിന് 70 ഗ്രാം കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് കൂടണ്ട, കുറഞ്ഞാൽ മതി. അത് നോക്കി കൊടുക്കുക. ആട് ബാറിൽ കൂടുതൽ ചെന്ന് 100 ഗ്രാമിൽ കൂടുതൽ ആടിന്റെ വയറിൽ ചെന്നാൽ ആട് ചത്തുപോകും. ആടിന് കൊടുക്കേണ്ട അമൃതാണ്, എന്റെ അഭിപ്രായത്തിൽ അമൃതാണ് ആടാറ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, എന്റെ സമയം കഴിഞ്ഞു.